ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ബോട്ടിൽ ഫാക്ടറി ടാസ്ക് വമ്പൻ അലമ്പിലേക്കൊക്കെ നീങ്ങിയിരുന്നു കേട്ടോ. അൺകൺട്രോളബിൾ അലമ്പിലേക്കൊക്കെ നീങ്ങിയിരുന്നു. വൻ വഴക്കായിരുന്നു. ചെക്കിംഗ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള അനിമോള് ഓറഞ്ച് ജ്യൂസിന്റെ ഒരു ബോട്ടിൽ എടുത്ത് ഒഴിച്ചു കളയുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. ആ കലിപ്പിൽ നെവിൻ 2 ലെമൺ ജ്യൂസ് ബോട്ടിലൊക്കെ എടുത്ത് ഒഴിച്ചു കളയുന്നുണ്ട്. കുറെ ഇവര് കുടിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് കോമഡി. അനുമോള് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഒരൊറ്റ ഒരെണ്ണം പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാം റിജക്ട് പീസ് ആണെന്നാണ്. ജിഷിൻ റീകൺസിഡർ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ട് ഫുൾ വഴക്കായിരുന്നു ലൈവിനകത്ത്. എല്ലാവരും ഇടപെട്ട് വമ്പൻ അടിയാക്കുകയായിരുന്നു. ഇത് ഓറഞ്ച് ജ്യൂസിന് മധുരം കൂടി പോയി. 2 കമ്പനികളുടെയും ജ്യൂസിന് ഹൈജീൻ പോരായിരുന്നു. പിന്നെ ജ്യൂസിന്റെ ബോട്ടിൽ ഇങ്ങനെ ഇത്തിരി ഒട്ടുമല്ലോ, അതൊക്കെ ഭയങ്കര വിഷയമാക്കി അനുമോള് പറയുന്നുണ്ട്. ക്യാരക്ടർ പിടിച്ചിട്ടാണ് അനുമോള് ചെയ്തത് കേട്ടോ, അത് എടുത്തു പറയണം. പക്ഷെ ജിഷിൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവുന്നുണ്ട്. പിന്നീട് എല്ലാവരും അലമ്പുണ്ടാക്കി ജിഷിന്റെ മണ്ടയ്ക്ക് കയറിയപ്പോൾ ജിഷിൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവുന്നുണ്ട്. 4 ബോട്ടിൽ വീതം അക്സെപ്റ്റ് ചെയ്യാമെന്നാണ് ജിഷിൻ പറയുന്നത്. പക്ഷെ അപ്പോഴും അനുമോള് ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാം റിജക്ട് പീസ് ആണെന്ന് അനുമോള് പറയുന്നുണ്ട്. ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ജിഷിൻ ഇങ്ങനെ ഈ രീതിയിൽ പറയുന്നുണ്ട്, 4 എണ്ണം അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോട്ടിലുകളെല്ലാം എവിടെ എന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ എല്ലാം ഒഴിച്ചു കളഞ്ഞു എന്നാണ് ജിഷിൻ പറയുന്നത്. അത്രയും അലമ്പായിരുന്നു ഈ ഒരു ടാസ്ക് കേട്ടോ. അപ്പൊ സ്വാഭാവികമായും ആദ്യ റൗണ്ടിൽ ബോട്ടിലുകളെല്ലാം റദ്ദാക്കിയിരിക്കുന്നു എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. 50 ബോട്ടിലുകളാണ് കൊടുത്തിരുന്നത്. അതെല്ലാം അങ്ങനെ ഗാർഡൻ ഏരിയയിൽ വലിച്ചു വാരി ഇടാൻ പറ്റില്ല, എല്ലായിടത്തും കൊണ്ട് ചാക്കിലാക്കാൻ പറഞ്ഞ് ക്ലീനിങ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഇതിനു മുമ്പ് ആ ഒരു സംഭവം കേൾക്കുന്നതിന് മുമ്പ് അതിൽ ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നുണ്ട്. പോകുന്ന ഒരു കൊട വെക്കുന്ന സ്റ്റാൻഡിന് അവിടേക്കാണ് കേട്ടോ. അപ്പൊ അതാണ്ട് അനീഷിന്റെ ലെമൺ ജ്യൂസ് ടീമിന്റെ 2 ബോട്ടിൽ അവിടെ ആദ്യമായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അത് പിന്നീട് അവർ വല്ലയിടത്ത് കുടിക്കുമായിരിക്കും. റദ്ദാക്കിയ സാധനം ആയതുകൊണ്ട് അത് ടാസ്കിലേക്ക് പരിഗണിക്കുന്നില്ല. ടെക്നിക്കലി അനീഷിന്റെ ടീമാണ് ജയിച്ചത്. കാരണം ആദ്യം 2 എണ്ണം ഇവര് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് വേണേൽ അങ്ങനെ കണക്കാക്കാം, പക്ഷെ ടാസ്ക് റദ്ദാക്കി. എന്തായാലും ഈ ഒരു ടാസ്കിന്റെ ആദ്യത്തെ റൗണ്ട് റദ്ദാക്കിയിരിക്കുകയാണ്. നല്ലൊരു ടാസ്ക് കൊടുത്താലും എപ്പോഴും ഇതാണ് അവസ്ഥ. ഒരു ടാസ്ക് കൊടുത്താൽ അത് നല്ല രീതിയിൽ ഫണ്ണായിട്ട് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല, ചുമ്മാ അടി ഉണ്ടാക്കി അലമ്പുണ്ടാക്കി റദ്ദാക്കിപ്പിക്കുകയാണ്. വല്ലാത്ത കഷ്ടം തന്നെ. ഒരാളായിട്ട് ഞാൻ കുറ്റം പറയുന്നില്ല, എല്ലാവരും ഇതിനകത്ത് അലമ്പായിരുന്നു. ആര്യനാണേലും അനുമോളാണേലും ജിഷിനാണേലും എല്ലാവരും തന്നെ, നൂറ, നെവിന്, എല്ലാവരും അലമ്പാക്കി എന്ന് വേണം പറയാനായിട്ട്. അനീഷും മോശമൊന്നും അല്ലായിരുന്നു. അനീഷ് ഇച്ചിരിയും കൂടെ നല്ലപോലെ ഈ ടാസ്ക് ചെയ്യാമായിരുന്നു. കുറച്ചുകൂടി സമയം എടുത്ത് ജ്യൂസ് പ്രിപ്പയർ ചെയ്യാമായിരുന്നു. പിന്നെ ഹൈജീനൊക്കെ ഇത്രയും കൂടി നോക്കാമായിരുന്നു.